തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ അന്വേഷണം ഇഴയുന്നതായി വേണുവിന്റെ ഭാര്യ സിന്ധു. മാസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചവറ KMM-ൽ നടന്ന ഹിയറിംഗിന് പിന്നാലെയായിരുന്നു സിന്ധുവിന്റെ പ്രതികരണം. വേണുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു DME ഓഫീസിൽ നിന്ന് അവിടെ നിന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിനകത്ത് KMM ഗസ്റ്റ് ഹൗസ് വെച്ചിട്ട് അതിൻ്റെ ഹെയറിംഗ് ഉണ്ടായിരുന്നത്. അവിടെ ചെന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നത് അതായത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭാഗികമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ടായിരുന്നു. പക്ഷെ അത് ഗവൺമെൻറ്റിന് ഓക്കെ അല്ലായിരുന്നു. അതായത് റിപ്പോർട്ട് അങ്ങനെയല്ല വേണ്ടത്, അവിടെ ഏതൊക്കെ ഭാഗത്താണ് വീഴ്ചകൾ പറ്റിയതെന്നുള്ളത് ക്ലിയർ ആയിട്ട് വേണമെന്ന് പറഞ്ഞ് ഫർദർ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് രണ്ടാമതൊരു സമിതി രൂപീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വീണ്ടും KMM ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് വീണ്ടും ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അതിനും ഇന്ന് പങ്കെടുത്തു. എന്താണോ ഞാൻ അന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഇന്നും 100% സത്യസന്ധതയോടുകൂടി ഞാൻ അത് കാര്യങ്ങൾ തന്നെ അവിടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അന്ന് മുതൽ അതായത് വേണുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണസമയം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ എല്ലാ കോപ്പികളും ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പന്മന സ്വദേശിയായ വേണു കഴിഞ്ഞ നവംബർ 5-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ചികിത്സ കിട്ടാതെയുള്ള മരണമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. ഇതോടൊപ്പം വേണു സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശങ്ങളും ചികിത്സ കിട്ടാതെയുള്ള മരണമാണെന്ന നിലപാടിലേക്ക് ബന്ധുക്കളെ ഉൾപ്പെടെ എത്തിച്ചു. മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചവറ KMM-ൽ ഹിയറിംഗ് നടത്തി. നേരത്തെ ഉന്നയിച്ച പരാതികളിൽ ഉറച്ചു നിൽക്കുന്നതായി ഹിയറിംഗിൽ വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടിൽ ഏറെക്കുറെ അനുകൂലമായ നിലപാടാണ് അന്വേഷണ സമിതി സ്വീകരിച്ചിരുന്നത്. എന്നാൽ നിലവിൽ അന്വേഷണം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോകുന്നതായി സംശയമുണ്ടെന്നും ഇവർ പറഞ്ഞു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും വന്ന് അന്വേഷിച്ചു എല്ലാ റിപ്പോർട്ടും എഴുതിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ അന്ന് മുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നിൻ്റെയും ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇട്ടരച്ച് ഇങ്ങനെ അങ്ങ് ഈ ഒരു കാലയളവിൽ ഇതിങ്ങനെ അങ്ങ് പോകും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇപ്പോഴും കറക്റ്റായിട്ട് എങ്ങും എത്തിയിട്ടില്ല. കാരണം പുള്ളി മരിച്ചിട്ട് 3 മാസമായി, മരണമൊഴി കൊടുത്തു, എന്തൊക്കെ ചെയ്തിട്ടും ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല ഈ ഒരു സംഭവം. നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്റെ പോരാട്ടം തുടരുകയാണെന്ന് സിന്ധു ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ചവറ.